മോദി ഗവൺമെന്റിലെ സീനിയർ ക്യാബിനറ്റ് മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ. അദ്ദേഹം ഒറീസ സ്വദേശിയാണ്. സംഘടനാ കാര്യത്തിൽ ഭയങ്കര ശക്തനാണ്. ഇലക്ഷൻ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മിടുമിടുക്കൻ. എല്ലാതിൻ്റെ ഗ്രാസ് റൂട്ട് മുഴുവൻ അറിയാം. RSS ബാക്ക്ഗ്രൗണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് MBBS ഡോക്ടറായിരുന്നു. ഒറീസയിൽ അദ്ദേഹം BJPയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരുന്നു. ചെറുപ്പം മുതൽ ABVP ആ രീതിയിൽ പ്രവർത്തിച്ച് വന്ന ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ഒരു 10-20 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് 50 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി നശിപ്പിച്ചവനാണ്. ഇത് ഞാനല്ല പറയുന്നത്, ഇപ്പം BJPക്കാർ പറയാൻ തുടങ്ങി. അതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ്റെ 2 മക്കള്, മകളും മകനും, രണ്ടുപേരും ഇന്ത്യയിലെ ടോപ്പ് സ്കൂളുകളിലാണ് പഠിച്ചിരിക്കുന്നത്. ഡൂൺ സ്കൂളിലും അജ്മീർ മായോ കോളേജ്. രണ്ടുപേരും അമേരിക്കയിൽ പഠിക്കുകയാണ്. മകൾക്ക് ജോലിയായി. അയാളാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വെടിതീർത്ത് കൈയിൽ കൊടുത്തത്. ആലോചിച്ച് നോക്കണം. എന്നിട്ടും ഒരു നടപടി എടുക്കുന്നില്ല. അതിനിടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ, അതിനെ മറിച്ചിടാൻ എന്തൊക്കെ ഗെയിമാണ് നടത്തിയത്. ഹിന്ദുത്വ എപ്പോഴും ഉപയോഗിക്കുന്ന വെപ്പൺ ഉപയോഗിച്ച് നോക്കി, നടന്നില്ല. സോഷ്യൽ മീഡിയയിൽ BJPയുടെ യൂട്യൂബ് അവരെയൊക്കെ വിളിച്ച് അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. ഗോദി മീഡിയയ്ക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. വലിയൊരു ടീമിനെ നിശ്ചയിക്കുന്നു. പക്ഷേ ഇന്ത്യയിലെ സഫർ ചെയ്ത വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും 50 ലക്ഷം എന്ന് പറഞ്ഞാൽ ഹ്യൂജാണ്. അവരൊന്നടങ്കം സോഷ്യൽ മീഡിയയെ കൂടെ സംഭവം ഇതങ്ങ് മാറ്റി. അതിൻ്റെയാണ് നിങ്ങൾ ഈ കാണുന്ന പാറ്റാ പാർട്ടിയും ഈ പറയുന്ന അഭിജിത്ത് ദീപ്തയും ഒക്കെ ഉണ്ടായത്. ചെറിയ സംഭവമല്ല ഇത്. ഗ്ലോബൽ മീഡിയ വരെ ഇന്ത്യയിലെ 50 ലക്ഷം കുട്ടികളുടെ പേപ്പർ ലീക്ക്, അതിൻ്റെ അകത്തെ അഴിമതി, ദ ഗാർഡിയൻ, BBC, ദ ടെലഗ്രാഫ്, ഈ പത്രങ്ങളൊക്കെ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തു. ഷോക്കിംഗ് എന്ന് പറയുന്ന മോദി ഗവൺമെന്റ് വെട്ടിലായിപ്പോയി, ശരിക്കും വെട്ടിലായിപ്പോയി. പിന്നീടോ ഈ പറയുന്ന ഗോദി മീഡിയയിൽ ഈ പറയുന്ന RSSഉം സംഘപരിവാറിൻ്റെ ആൾക്കാർ തന്നെ ഇയാളുടെ മക്കൾ പഠിക്കുന്ന അമേരിക്കയിലാണ്. ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് എടുത്തിട്ടു.